നമസ്കാരം. ദിലീപിനെ ആരും രക്ഷപ്പെടുത്തിയില്ല. എന്നാൽ രക്ഷപ്പെട്ടത് കുറച്ചുപേരുടെ കരുണ കൊണ്ടാണ് കേട്ടോ. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെതിരായിട്ടുള്ള ഗൂഢാലോചന തെളിയാതെ പോയതിന് കാരണമായി വിചാരണ കോടതി ചൂണ്ടിക്കാട്ടിയത് തെളിവുകളുടെ അഭാവമാണ് എന്നതാണ്. ഇന്ന് പലരും ദിലീപിനെ രക്ഷപ്പെടുത്തിയെന്നും രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ആക്രോശിക്കുന്നവരുണ്ട്, പരിഹസിക്കുന്നവരുണ്ട്, ഒപ്പം തന്നെ കോടതിയെ പോലും നോക്കുകുത്തിയാക്കുന്നവരുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു വിധി ഉണ്ടായത് എന്ന് വിചാരണ കോടതി ഇപ്പോൾ ഇതാ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത് തെളിവുകളുടെ അഭാവമാണ്. പ്രോസിക്യൂഷൻ ഗൂഢാലോചനാവാദത്തെ സാധൂകരിക്കുന്ന തെളിവുകൾ ഹാജരാക്കിയില്ല എന്നുള്ളതാണ്. കേസന്വേഷണത്തിലെ വീഴ്ചകൾ അതിനകത്ത് കൃത്യമായിട്ട് വിചാരണ കോടതി ചൂണ്ടിക്കാട്ടുകയാണ്. കേസില് ബാലചന്ദ്രകുമാറിനെയാണ് ഗൂഢാലോചന കേസിൽ സാക്ഷിയായിട്ട് പ്രോസിക്യൂഷൻ അവതരിപ്പിച്ചത്. എന്നാൽ ഇതൊന്നും കോടതി വിശ്വസിച്ചില്ല എന്നുള്ളതാണ്. ദിലീപിനെതിരായിട്ടുള്ള ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകൾ തെളിയിക്കുവാൻ അന്വേഷണ സംഘം സാക്ഷികളെ കെട്ടിച്ചമച്ചുവെന്നും ഗൂഢമായിട്ടുള്ള ഇടപെടൽ നടത്തിയെന്നുമാണ് വിചാരണ കോടതി ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടെത്തിയത്. ജയിലിലെ ദിലീപ് ബാലചന്ദ്രകുമാർ കൂടിക്കാഴ്ചയിൽ നിർണായക സാക്ഷിയാക്കി ഉൾപ്പെടുത്തിയ ആൾ ബധിരനും മൂകനുമാണ് എന്ന് കണ്ടെത്തിയതോടെ അന്വേഷണ സംഘം തന്ത്രപരമായി ഒഴിവാക്കിയെന്നും കോടതി വിധിയിൽ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ദിലീപിനെതിരെ ഇല്ലാത്ത തെളിവുകൾ ഉണ്ടാക്കാൻ കോടതി പരിശ്രമിച്ചു എന്നതിന് തെളിവായി മാറി എന്നുള്ളതാണ്. അപ്പോൾ ദിലീപിനെതിരായിട്ടുള്ള നിർണായക തെളിവുകൾ എന്ന് പ്രോസിക്യൂഷൻ അവതരിപ്പിച്ച ശബ്ദ സാമ്പിളുകൾക്ക് വിശ്വാസ്യതയില്ല എന്ന് കാര്യകാരണങ്ങൾ സഹിതം ഇതുപോലെ വിധിയിൽ കൃത്യമായി കോടതി വ്യക്തമാക്കുന്നു. കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള സമാനതകളില്ലാത്ത കൃത്യവിലോപവും വീഴ്ചകളുമാണ് വിധിയിൽ അക്കമിട്ട് നിരത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമാണ് ബാലചന്ദ്രകുമാർ അയച്ച പരാതിയിൽ അത് എന്താണ് കൃത്യമായി പറയുന്നത് എന്നുള്ളത്. ദിലീപിനെ കാണാൻ ചെന്നപ്പോൾ ഫ്രാൻസിസ് സേവ്യറുമായി താൻ സംസാരിച്ചുവെന്ന് മുഖ്യമന്ത്രിക്ക് ബാലചന്ദ്രകുമാർ അയച്ച പരാതിയിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ബാലചന്ദ്രകുമാർ ആദ്യമേ പറയുന്നുണ്ട്, അന്വേഷണത്തിലെ വീഴ്ചകൾ എന്ന് പറയപ്പെടുമ്പോൾ തന്നെ ബാലചന്ദ്രകുമാർ എപ്പിസോഡിലെ സാക്ഷി ഫ്രാൻസിസ് സേവ്യർ, ആ ഫ്രാൻസിസ് സേവ്യർ ബാലചന്ദ്രകുമാർ ദിലീപിനെ ജയിലിൽ പോയി കണ്ടതിന് സാക്ഷിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. റിമാൻഡ് തടവുകാരനായിട്ടുള്ള ഫ്രാൻസിസ് സേവ്യർ ദിലീപിനെ കാണാൻ ചെന്നപ്പോൾ ഫ്രാൻസിസ് സേവ്യറുമായിട്ട് താൻ സംസാരിച്ചു എന്ന് മുഖ്യമന്ത്രിക്ക് ബാലചന്ദ്രകുമാർ അയച്ച പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ഇവിടെയാണ് ഈ പറഞ്ഞ ഫ്രാൻസിസ് സേവ്യർ എന്ന് പറയപ്പെടുന്ന ആൾ ഇതിനകത്ത് ബധിരനും മൂകനുമാണ് എന്നുള്ള ഒരു നില കണ്ടെത്തുന്നത് എന്നുള്ള. അപ്പൊ തന്റെ സിനിമയെ കുറിച്ചടക്കം ദിലീപ് സംസാരിച്ചതായിട്ട് ഇയാൾ പറയുന്നുണ്ട്. ഇതാണ് ബാലചന്ദ്രകുമാറിന്റെ മൊഴിയിലുള്ളത്. എന്നാൽ കുറ്റപത്രത്തിൽ ഈ ഭാഗം പൂർണ്ണമായിട്ടും ഒഴിവാക്കി. ഇതിന്റെ കാരണം തേടിയപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നത് വ്യക്തമായിട്ടുള്ള ഒരു മറുപടി നൽകിയിട്ടില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട്. എന്നാൽ ഫ്രാൻസിസ് സേവ്യർ ബധിരനും മൂകനുമാണ് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ബൈജു പൗലോസും ബാലചന്ദ്രകുമാറും ക്രോസ് വിസ്താരത്തിൽ സമ്മതിക്കുകയും ചെയ്തു. ഫ്രാൻസിസ് സേവ്യർ ആ ദിവസം ജയിലിൽ ഉണ്ടായിരുന്നു എന്ന് ഉറപ്പുവരുത്തുവാൻ ജയിൽ രേഖകൾ പരിശോധിക്കുന്നതിൽ ഉദ്യോഗസ്ഥൻ പരാജയപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. അപ്പൊ ഈ ഒഴിവാക്കൽ മനഃപൂർവ്വമെന്നും ഇത് കെട്ടിച്ചമച്ച തെളിവാണേ എന്നും കോടതി വിലയിരുത്തി. അപ്പൊ ദിലീപ് നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ കണ്ടതടക്കം സ്ഥാപിക്കാൻ ബാലചന്ദ്രകുമാർ ടാബിൽ റെക്കോർഡ് ചെയ്ത വോയിസ് ക്ലിപ്പുകൾ, ആ വോയിസ് ക്ലിപ്പുകളാണ് പ്രോസിക്യൂഷൻ തെളിവായിട്ട് സമർപ്പിച്ചത്. വോയിസ് ക്ലിപ്പുകളെ കുറിച്ച് ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയിൽ കൃത്യമായിട്ടുള്ള വൈരുദ്ധ്യങ്ങൾ കോടതി നിരീക്ഷിച്ചു. 2017 നവംബർ മാസം 15 റെക്കോർഡ് ചെയ്തു എന്ന് പറയപ്പെടുന്ന ശബ്ദരേഖകൾ പെൻഡ്രൈവിൽ പരിശോധിച്ചപ്പോൾ 2022 ജനുവരി 2 നിർമ്മിച്ചതാണ് എന്ന് കണ്ടെത്തി. അപ്പോൾ ദിലീപിന്റെ സുഹൃത്ത് ബൈജു സംസാരിക്കുന്നത് കേട്ടാണ് താൻ റെക്കോർഡിംഗ് ആരംഭിച്ചത് എന്ന് ബാലചന്ദ്രകുമാർ മൊഴി നൽകിയെങ്കിലും ക്ലിപ്പിൽ ബൈജുവിന്റെയോ ബാലചന്ദ്രകുമാറിന്റെയോ ശബ്ദമില്ല എന്നുള്ളതാണ്. അപ്പോൾ ദൃശ്യങ്ങൾ കണ്ട ടാബിലെ ശബ്ദവും പതിഞ്ഞിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇതിനെ കൂടാതെ പങ്കുവച്ച ഓഡിയോ ക്ലിപ്പുകളുടെ എണ്ണത്തിലും അന്തരം കണ്ടെത്തി. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ക്ലിപ്പുകൾ 18 എങ്കിൽ മഹസറിൽ 24 ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്തിയത് 29. അപ്പോൾ ഇതിനെ കൂടാതെ പങ്കുവച്ച ഓഡിയോ ക്ലിപ്പുകളുടെ എണ്ണത്തിലും അന്തരം കണ്ടെത്തി. അതായത് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ക്ലിപ്പുകൾ 18, മഹസറിൽ അത് 24, ശാസ്ത്രീയ പരിശോധനയിൽ അത് 29. ഇങ്ങനെ ക്ലിപ്പുകളുടെ എണ്ണം വർദ്ധിച്ചു. അപ്പൊ ഇതെല്ലാം റെക്കോർഡ് ചെയ്ത ഉപകരണം കോടതിയിൽ ഹാജരാക്കിയില്ല. മാത്രമല്ല 6 ഉപകരണങ്ങളിലൂടെ ശബ്ദ ക്ലിപ്പുകൾ കൈമാറിയെങ്കിലും ഇതും കോടതിയിൽ എത്തിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഓഡിയോ ക്ലിപ്പുകൾ അടങ്ങിയ പെൻഡ്രൈവ് 2021 നവംബറിൽ തന്റെ കയ്യിലുണ്ട് എന്ന് ബാലചന്ദ്രകുമാർ മൊഴി നൽകിയെങ്കിലും ഉപകരണം ഹാജരാക്കിയത് 2022 ജനുവരി മാസം 3 മാത്രമാണ്. ഇലക്ട്രോണിക് തെളിവുകൾക്ക് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റിലും കോടതി ഗുരുതരമായിട്ടുള്ള പിഴവുകൾ കണ്ടെത്തി എന്നുള്ള. ചുരുക്കത്തിൽ വോയിസ് ക്ലിപ്പുകൾ കൈകാര്യം ചെയ്ത രീതി അല്ലെങ്കിൽ ഉപയോഗിച്ച ഉപകരണങ്ങളുടെ അവ്യക്തത, സർട്ടിഫിക്കറ്റിലെ വൈരുദ്ധ്യങ്ങൾ,
ഒറിജിനൽ ഫയലുകൾ ഹാജരാക്കാത്തത് എന്നിവ പ്രോസിക്യൂഷൻ കേസിന് തിരിച്ചടിയാകുന്ന ഘടകങ്ങളായിട്ട് കോടതി നിരീക്ഷിക്കുന്നു. ദിലീപും പൾസർ സുനിയും ബന്ധമുണ്ട് എന്ന് തെളിയിക്കുവാൻ സാധിച്ചിട്ടില്ല എന്നും വിധിയിലുണ്ട്. ദിലീപ് പൾസർ സുനിക്ക് 3 തവണ പണം നൽകിയെന്ന വാദത്തിനും തെളിവില്ല. പൾസർ സുനിയുടെ അമ്മയുടെ അക്കൗണ്ടിലെത്തിയ പണം ദിലീപ് നൽകിയതാണ് എന്ന് തെളിയിക്കുവാനും സാധിച്ചിട്ടില്ല. നാദിർ ഷാ പൾസർ സുനിക്ക് പണം നൽകിയതും തെളിയിക്കുവാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്നുള്ളതാണ് കോടതി വിധിയിൽ വ്യക്തമാക്കുന്നത്. 2015 നവംബർ 1 തൃശ്ശൂരിലെ ഒരു ഹോട്ടലിന് മുന്നിൽ വെച്ച് ദിലീപ് പൾസർ സുനിയെ കണ്ടിരുന്നു. ഈ വേളയിൽ 10,000 രൂപ നൽകി. തൊട്ടടുത്ത ദിവസം 1 ലക്ഷം നൽകി. ഈ തുക സുനി അമ്മയുടെ അക്കൗണ്ടിൽ ഇട്ടു. 2016 സെപ്റ്റംബർ 26 ദിലീപിന്റെ സുഹൃത്ത് നാദിർ ഷാ തൊടുപുഴയിൽ വെച്ച് 30,000 രൂപ സുനിക്ക് നൽകി. ഇതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദങ്ങൾ എന്ന് പറയപ്പെടുന്നത്. സുനിയുടെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട് എങ്കിലും അത് ദിലീപ് നൽകിയതാണ് എന്ന് തെളിയിക്കാൻ സാധിച്ചില്ലെന്ന് കോടതി കണ്ടെത്തി. മറ്റു വാദങ്ങൾക്ക് തെളിവ് നൽകുവാനും പ്രോസിക്യൂഷന് സാധിച്ചില്ല. ദിലീപിന് നടിയോട് വിരോധമുണ്ട് എന്ന് തെളിയിക്കുവാനും പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്ന് തന്നെയാണ് കോടതിയുടെ വിലയിരുത്തൽ. ദിലീപ് ഗൂഢാലോചന നടത്തിയതിന് തെളിവില്ല എന്നുകൂടി കോടതി ഇതിലൂടെ വ്യക്തമാക്കുകയായിരുന്നു. ദിലീപ് പൾസർ സുനിയെ കണ്ടിട്ടുണ്ട് എന്ന് തെളിയിക്കുവാൻ മുകേഷ് ഉൾപ്പെടെ നൽകിയ മൊഴികളാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. മുകേഷിന്റെ ഡ്രൈവറായിരുന്നു പൾസർ സുനി. സിനിമാ സെറ്റിൽ പൾസർ സുനി ദിവസവും വന്ന് പോവുകയാണ് ചെയ്തിരുന്നത് എന്ന് മുകേഷ് മൊഴി നൽകിയിരുന്നു. മറ്റു കാര്യങ്ങൾ ഓർമ്മയില്ല എന്നാണ് മുകേഷിന്റെ മൊഴി. മൊഴിയിലെ അവ്യക്തത പ്രോസിക്യൂഷന് തിരിച്ചടിയായി. ലക്ഷ്യയിൽ പൾസർ സുനി പോയതിന് ഹാജരാക്കിയ തെളിവ് പര്യാപ്തമല്ല എന്നും കോടതി വിലയിരുത്തി. എന്നാൽ തെളിവുകൾ പര്യാപ്തമാണ് എന്നും അവ മേൽക്കോടതിയിൽ ഹാജരാക്കുമെന്നുമാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ പറയുന്നത്. എന്തായാലും ഇവിടുത്തെ പ്രശ്നം മറ്റൊന്നുമല്ല. ദിലീപ് രക്ഷപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് വാദിക്കുമ്പോഴും രക്ഷപ്പെട്ടത് എങ്ങനെ എന്നുള്ളത് നോക്കിക്കാണുക. വളരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ പ്രോസിക്യൂഷൻ ഇവിടെ വിജയിക്കാമായിരുന്നു. പക്ഷെ പ്രോസിക്യൂഷൻ കൊടുത്ത തെളിവുകൾ പലതും കെട്ടിച്ചമച്ചതാണ് എന്നും ഈ കൊടുത്ത തെളിവുകളൊന്നും തെളിയിക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതുമാണ് അവരുടെ വീഴ്ച. അതുകൊണ്ട് തന്നെയാണ് ഈ ചിലരുടെ കാരുണ്യം കൊണ്ട് ദിലീപ് പുറത്തിറങ്ങിയതും രക്ഷപ്പെട്ടതുമെന്ന് പറയേണ്ടിയിരിക്കുന്നു.